നമസ്കാരം, ഞാൻ ഡോക്ടർ അമിത ഷെരീഫ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, ദയാ ഹോസ്പിറ്റൽ, തൃശ്ശൂർ. അപ്പോൾ ഈ ജാനുവരി എന്ന് പറയുന്നത് സർവൈക്കൽ ക്യാൻസർ അവയർനെസ് മന്താണ്. സർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഗർഭാശയ മുഖത്തിൽ വരുന്ന ക്യാൻസറിനെയാണ് സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് സർവൈക്കൽ ക്യാൻസർ സംബന്ധിച്ചിട്ട് RCCയിലെ എൻ്റെ ഓങ്കോളജി പഠനകാലത്തുണ്ടായൊരു സംഭവം ഞാൻ വിവരിക്കാം. അപ്പം ഏകദേശം ഒരു 50-55 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവർ വെജൈനൽ ബ്ലീഡിംഗ് ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ വന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റുകളും മറ്റും ചെയ്തു, MRI ടെസ്റ്റുകളും മറ്റും ചെയ്തു. അങ്ങനെ നമുക്ക് ബയോപ്സി എടുത്തു. അതിൽ നിന്നും നമുക്ക് അവർക്ക് സ്റ്റേജ് 3 സെർവൈക്കൽ ക്യാൻസർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അന്ന് അവർ വരുമ്പോൾ, അപ്പം ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നുള്ളൊരു സ്ത്രീ ആയിരുന്നില്ല, സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നൊരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ സ്റ്റേജ് 3 സർവൈക്കൽ ക്യാൻസർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്ന സമയത്ത് അവരുടെ കൂടെ ഒത്തിരി ബന്ധുക്കളും അവരുടെ ഓഫീസിലുള്ള അവരുടെ സ്റ്റാഫും എല്ലാം കൂടെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻ്റ് എല്ലാം നിർദ്ദേശിച്ചു. ഒരു സ്റ്റേജ് 3 സർവൈക്കൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് റേഡിയേഷനും അതിൻ്റെ കൂടെ കീമോതെറാപ്പി ആണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ അതിന് വില്ലിംഗ് ആയി. പക്ഷേ റേഡിയേഷൻ തുടങ്ങിയൊക്കെ കഴിഞ്ഞ് 1-2 റേഡിയേഷനൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ആരും വരാത്തൊരവസ്ഥ ഉണ്ടായി. അതായത് അവരുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ആരും ഇല്ലാതായി. പിന്നെ അവർ ഒരു ഹോം നേഴ്സിനെയൊക്കെ കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് അസുഖമെല്ലാം മാറി ഫോളോ അപ്പിന് വന്ന സമയങ്ങളിലെല്ലാം അവരെപ്പോഴും ഒറ്റയ്ക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ആരാഞ്ഞു, എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരുന്നത്, ആരും കൂടെ എന്താ വരാത്തത് എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് അവരൊരു വലിയൊരു കാര്യം അവർ പറഞ്ഞത്. കാരണം ഈ അസുഖം ഡയഗ്നോസ് ചെയ്തപ്പോൾ തന്നെ അവരെ വീട്ടിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് അവർ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഒരു ഹോം നേഴ്സിൻ്റെ സഹായത്തോടു കൂടെയായിരുന്നു ജീവിച്ചിരുന്നതും. ഈ ഒരു സർവൈക്കൽ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദൈവകോപം കൊണ്ട് ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു ക്യാൻസർ ആണ് എന്നുള്ള ഇതായിരുന്നു അവരുടെ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഇടയിലുള്ള ഒരു നോളജ്. അപ്പോൾ അത് കാരണമാണ് അവരെ വീട്ടിൽ നിന്നും പുറത്താക്കുകയും അവർക്ക് ട്രീറ്റ്മെൻറ്റിനെല്ലാം ഒറ്റയ്ക്ക് വരേണ്ടി വരികയും പിന്നീടുള്ള ഫോളോ അപ്പിനെല്ലാം അവർ ഒറ്റയ്ക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സർവൈക്കൽ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു സോഷ്യൽ സ്റ്റിഗ്മ, അതായത് ആളുകളുടെ ഇടയിൽ ഒറ്റപ്പെടുത്തി നിർത്തുന്ന രീതിയിലുള്ള ഒരു ക്യാൻസർ ആയി മാറിയ ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലും, കേരളത്തിൽ കുറവാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും അങ്ങനൊരു സോഷ്യൽ സ്റ്റിഗ്മ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം? സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഒരു ദൈവകോപം കൊണ്ടൊന്നുമല്ല, അതൊരു HPV എന്ന് പറയുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ള ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ബേസിക്കലി ഈ സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സർവൈക്കൽ ഏതൊരു ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളവും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. അപ്പം വളരെ ചുരുക്കം 70-80% ക്യാൻസറുകളും പ്രിവെൻറ്റബിൾ അല്ല, നമുക്കത് വരുന്നത് തടയാൻ ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ നമ്മൾ ആ സർവൈക്കൽ ക്യാൻസറിനെ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക? ഒന്ന്, ഇഫക്റ്റീവായ വാക്സിനേഷൻ നമുക്ക് സർവൈക്കൽ ക്യാൻസറിന് അവൈലബിൾ ആണ്. അതായത് 9 വയസ്സ് തൊട്ട് നമുക്ക് ആ വാക്സിൻ എടുക്കാവുന്നതാണ്. യൂഷ്വലി റെക്കമെൻഡേഷൻ അനുസരിച്ച് 11 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ നമുക്ക് HPV വാക്സിൻ എടുക്കുകയാണെങ്കിൽ 2 ഡോസ് മാത്രം മതിയാവും. 6 മാസം ഇടവേള വിട്ടിട്ടാണ് 2 ഡോസ് എടുക്കുന്നത്. എന്നാൽ 15 വയസ്സ് കഴിഞ്ഞ് നമ്മൾ HPV വാക്സിൻ എടുക്കുകയാണെങ്കിൽ 3 ഡോസ് ആവശ്യമായിട്ട് വരും. ആദ്യത്തെ ഡോസ് എടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് അടുത്ത ഡോസും പിന്നീട് 6 മാസം കഴിഞ്ഞ് 3ാമത്തെ ഡോസുമായിട്ടാണ് എടുക്കേണ്ടത്. ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് സർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി സ്ക്രീനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 21 ഇയേഴ്സ് തൊട്ടാണ്. അപ്പോൾ 21 ഇയേഴ്സ് തൊട്ട് 29 ഇയേഴ്സ് വരെ നമ്മൾ യൂഷ്വലി പാപ്സ്മിയർ ആണ് ചെയ്യുക. അപ്പോൾ പാപ്സ്മിയർ എവറി 3 ഇയേഴ്സ് കൂടുമ്പോഴാണ് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തോ ഉള്ള ഏത് ഗൈനക്കോളജിസ്റ്റുകളായാലും പാപ്സ്മിയർ നമുക്ക് ചെയ്തു തരും. പിന്നെ ഉള്ളത് 30 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാപ്സ്മിയർ പ്ലസ് HPV DNA ടെസ്റ്റ് എവറി 5 ഇയേഴ്സ് കൂടുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ 65 വയസ്സിന് ശേഷം നമ്മൾ 3 പാപ്സ്മിയർ ടെസ്റ്റുകളോ അല്ലെങ്കിൽ 2
HPV DNA ടെസ്റ്റുകളോ നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ഫർദർ ഫോളോ അപ്പിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഫർദർ സ്ക്രീനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈവൺ സെർവൈക്കൽ ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്താൽ പോലും നമുക്ക് ഇഫക്റ്റീവായിട്ട് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. വളരെ ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ സർജറി മാത്രം ചെയ്തുകൊണ്ട് അതിനെ നീക്കം ചെയ്യാൻ സാധിക്കും. എന്നാൽ കുറച്ച് ലോക്കലി അഡ്വാൻസ്ഡ് ആയ ഡിസീസ് ആണെങ്കിൽ അതിനെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റും അതിനോടൊപ്പം കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റും കൊടുത്ത് അതിനെ പൂർണ്ണമായ രീതിയിൽ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് സെർവൈക്കൽ ക്യാൻസർ. അപ്പം സെർവൈക്കൽ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തി അതിന് എതിരെയുള്ള പ്രതിവിധി, ഇഫക്റ്റീവായിട്ടുള്ള പ്രതിവിധി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം.